പാകിസ്ഥാൻ വ്യോമസേന ഇന്ത്യൻ വ്യോമസേനയിലെ 5 വിമാനങ്ങളെ വെടിവെച്ച് വീഴ്ത്തിയെന്ന ഒരു ക്ലെയിം നടത്തുകയും അവസാനം ഇവരുടെ ഈ ഒരു ക്ലെയിം 2-3 വിമാനങ്ങളിൽ വന്ന് നിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഇന്ത്യയുടെ പക്കൽ നിന്ന് ഒഫീഷ്യൽ കൺഫർമേഷൻ ഒന്നും ലഭിച്ചില്ലെങ്കിൽ പോലും ഇന്ത്യൻ വ്യോമസേനയിലെ ഒരു വിമാനം താഴെ വീണ് ക്രാഷ് ആയിട്ടുണ്ടാകും എന്ന ഒരു വിവരം വളരെ വേഗത്തിൽ പടരുന്നുണ്ട്. എന്നാൽ ഇതിനിടയിൽ നമ്മുടെ പഞ്ചാബ് സംസ്ഥാനത്ത് അതിർത്തിയോട് ചേർന്ന ഗ്രാമത്തിൽ അവിടെയുള്ള ചില ഗ്രാമവാസികൾ ഒരു വസ്തു കണ്ടെടുത്തു. അധികാരികളെ വിവരം അറിയിച്ചു. എന്നിട്ട് അതിന്റെ ആദ്യഘട്ട ഇൻവെസ്റ്റിഗേഷനിൽ ഒരു വിവരം പുറത്തു വന്നു. പാകിസ്ഥാന്റെ വ്യോമസേനയ്ക്ക് ചൈന നൽകിയ PL-15 ബിയോണ്ട് വിഷ്വൽ റേഞ്ച് മിസൈൽസിന്റെ സ്പെയർ പാർട്സ് ആണ് ഈ താഴെ നിന്നും ലഭിച്ചത് എന്ന്. ഈ വിവരം പുറത്തു വന്നതും ഒരു വലിയ കോളിളക്കം തന്നെ സൃഷ്ടിച്ചു. കാരണം ആ മിസൈൽ എക്സ്പ്ലോഡ് ആയിട്ടില്ല, അത് താഴെ വീണിങ്ങനെ ചിതറിക്കിടക്കുകയായിരുന്നു. അപ്പോൾ ഈ ഒരു അറ്റാക്ക് നടന്ന അന്നത്തെ ദിവസം രാത്രി പല സംഭവങ്ങൾ ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ നടന്നിട്ടുണ്ട്. എങ്ങനെ ഈ ഒരു മിസൈൽ ഇന്ത്യൻ ഫൈറ്റർ ജെറ്റ്സ് വെടിവെച്ച് വീഴ്ത്താതെ താഴെ വീണു? ഇതാണ് പ്രധാനമായും ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ അറിയാൻ പോകുന്നത്. ഒസിയാർപൂർ ഇന്ത്യയുടെ പഞ്ചാബ് സംസ്ഥാനത്ത് അതിർത്തിയോട് സമീപമുള്ള ഒരു ചെറിയ ഗ്രാമം. ഈ ഗ്രാമത്തിൽ ഇന്ത്യക്ക് പാകിസ്ഥാനും ഇടയിൽ ഇത്ര വലിയ സംഘർഷം നടന്ന് അവസാനിച്ചതിന്റെ അടുത്ത ദിവസം രാവിലെ ഒരു കാര്യം അവിടെയുള്ള കർഷകർ ശ്രദ്ധിക്കുന്നു. അവരുടെ കൃഷിസ്ഥലത്ത് എന്തോ ഒരു ചെറിയ ഇലക്ട്രോണിക് ഡിവൈസ് അല്ലെങ്കിൽ ആകാശത്ത് നിന്നും താഴെ വീണതുപോലുള്ള ഒരു വസ്തു ഇങ്ങനെ ചിതറിക്കിടക്കുകയായിരുന്നു. ഇത് സംബന്ധിക്കുന്ന വിവരം പുറത്തു വന്നതിന് ശേഷം അധികാരികൾ അവരുടെ ഗവേഷണം നടത്തി അവസാനിച്ചു. എന്നിട്ട് അതിനെക്കുറിച്ചുള്ള ഒരു അറിയിപ്പും പുറത്തു വന്നു. കർഷകർ അവരുടെ ആ കൃഷിസ്ഥലത്ത് നിന്നും കണ്ടെത്തിയ ആ വസ്തു പാകിസ്ഥാൻ വ്യോമസേനയുടെ അല്ലെങ്കിൽ അവർ ഉപയോഗിക്കുന്ന ചൈനീസ് മെയ്ഡായ PL-15 BVR മിസൈൽസ് ആണ്. ഈ എയർ ടു എയർ മിസൈലിനെ സംബന്ധിച്ച് ഇന്ത്യയും പാകിസ്ഥാനും ഒരേ അളവിലുള്ള ശക്തിയാണെന്നും പറയാം. കാരണം ഇന്ത്യയുടെ മിസൈൽ റേഞ്ചിനേക്കാൾ ഈ BVR മിസൈലിന് റേഞ്ച് ഒരല്പം കൂടുതലാണ് എന്നൊക്കെയാണ് പറയുന്നത്. ഒഫീഷ്യലായി നോക്കിയാൽ 150 കിലോമീറ്റർ മുതൽ 200 കിലോമീറ്റർ വരെയും ഈ ഒരു മിസൈലിന്റെ റേഞ്ച് ഉണ്ടാകും. ഇതുപോലെ സമാനമായ മിസൈൽ നമ്മുടെ പക്കലുമുണ്ട്. എന്നാൽ ചൈനയുടെ ബിയോണ്ട് വിഷ്വൽ റേഞ്ച് മിസൈൽ എന്നത് അല്പം അഡ്വാൻസ്ഡ് ആണ് എന്നുള്ള വാദവും ഉണ്ട്. അപ്പോൾ ഈ മിസൈലിന്റെ ക്രാഷ് സൈറ്റ് കണ്ടുപിടിച്ചു. അവിടെ എന്തെല്ലാം ലഭിച്ചു? പൊതുവെ ഒരു മിസൈൽ ഇതുപോലെ താഴെ വീണാൽ ഒന്നുകിൽ അത് മിഡ് എയറിൽ തന്നെ എക്സ്പ്ലോറായി അതിന്റെ ടാർഗറ്റിനെ ന്യൂട്രലൈസ് ചെയ്തതിനു ശേഷം അത് താഴേക്ക് വീഴും. അങ്ങനെ താഴെ വീഴുകയാണെങ്കിൽ അതിന്റെ ചില സ്പെയർ പാർട്സ് മാത്രം ലഭിക്കും. എന്നാൽ ഇവിടെ ആ മിസൈലിന്റെ സീക്കർ, അതിന് മുൻപുള്ള ആ ഒരു ഹെഡ് പോർഷൻ പോലെ കാണുന്നത്, അതവിടെ മുഴുവനായും ലഭിച്ചിട്ടുണ്ട്. അത് ലഭിച്ചു എന്ന് മാത്രമല്ല, ആ മിസൈലിന്റെ പ്രൊപ്പല്ലന്റ് ട്യൂബ് ഇതും അവിടെ നിന്നും ലഭിച്ചു. ഇതെല്ലാം വഴി നോക്കുമ്പോൾ ഈ മിസൈൽ മിഡ് എയറിൽ വെച്ച് എക്സ്പ്ലോഡ് ആയിട്ടില്ല. എക്സ്പ്ലോഡ് ആയിട്ടുണ്ടെങ്കിൽ ആ സീക്രം നമുക്ക് ലഭിച്ചിട്ടുണ്ടാകില്ല, ഈ പിന്നിലുള്ള പ്രൊപ്പല്ലന്റ് ട്യൂബ് നമുക്ക് ലഭിച്ചിരിക്കില്ല. ഇവിടെ പാകിസ്ഥാൻ നൽകിയിരിക്കുന്ന ക്ലെയിം ഇന്ത്യൻ വ്യോമസേനയുടെ വിമാനങ്ങളെ ഞങ്ങൾ വെടിവെച്ച് വീഴ്ത്തി. അങ്ങനെ വെടിവെച്ച് വീഴ്ത്തിയത് മാത്രമല്ല, ഞങ്ങളുടെ മിസൈൽസ് ഉപയോഗിച്ചാണ് ഞങ്ങൾ അതിനെ വെടിവെച്ച് വീഴ്ത്തിയത് എന്നൊരു ക്ലെയിമും നടത്തി. അപ്പോൾ ഇവ രണ്ടും ഒന്നോടൊന്ന് മാച്ച് ആകുന്നത് പോലെ തോന്നുന്നുണ്ടല്ലോ. എന്നാൽ റിയാലിറ്റിയിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നിരിക്കാനുള്ള സിനാരിയോ വളരെ വളരെ കുറവാണ്. അതിന് കാരണം സാധാരണ രീതിയിൽ പറയുകയാണെങ്കിൽ പലർക്കും അത് വിശ്വസിക്കാൻ സാധിക്കില്ല. അപ്പോൾ ടൈം ലൈനോടുകൂടി നമുക്കത് നോക്കാം. ഈ ഒരു അറ്റാക്ക് 1 മണിക്ക് നടന്ന് 1:30 എല്ലാം അവസാനിച്ചു. അതും നമ്മുടെ വ്യോമസേനയിലെ വിമാനങ്ങൾ ഈ 9 സ്ഥലങ്ങളിലും നമ്മുടെ അതിർത്തിക്കുള്ളിൽ നിന്നാണ് ആക്രമണം നടത്തിയത്. അപ്പോൾ ഈ ടൈം ലൈൻ ആദ്യം നോക്കാം. ആദ്യത്തെ എക്സ്പ്ലോഷൻ 1:04 സംഭവിച്ചു. കൊട്ലയിലുള്ള അബ്ബാസ് ടെററിസ്റ്റ് ക്യാമ്പിൽ ഈ ഒരു എക്സ്പ്ലോഷൻ സംഭവിക്കുന്നു. ഇത് കൃത്യം അർദ്ധരാത്രി 1:04 സംഭവിച്ചത്. അടുത്ത ആക്രമണം നടന്നത് മുറിഡ്ഖയിലുള്ള ലഷ്കർ-ഇ തയ്യബയുടെ ആ ട്രെയിനിങ് ക്യാമ്പിലായിരുന്നു. ഇവിടെ ഏകദേശം 1 മണി 6 മിനിറ്റിനായിരുന്നു അറ്റാക്ക് നടന്നത്. രണ്ടിനും ഇടയിൽ ഒരു 2 മിനിറ്റിന്റെ വ്യത്യാസം ഉണ്ടായിരുന്നു. ഈ 2 സ്ഥലങ്ങൾക്കും ഇടയിൽ ചില കിലോമീറ്ററുകൾ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതുപോലെ ഓരോ ട്രെയിനിങ് ബേസും എടുത്തു നോക്കിയാൽ 1:12, 1:15, 1:17, 1:19, 1:22, 1:25. അവസാനത്തെ ആക്രമണം നടന്നത് 1:28 ഇതിൽ ഈ ബവൽപൂരിൽ നടന്ന ജയ്ഷ് മുഹമ്മദിന്റെ ടാർഗറ്റിനെ ആക്രമിച്ചത് 1:12. അപ്പോൾ തുടക്കത്തിൽ ലോങ് റേഞ്ച് ഡിസ്റ്റൻസ് ഉള്ള ടാർഗറ്റിനെ എല്ലാം ന്യൂട്രലൈസ് ചെയ്തു. ഇവയ്ക്കെല്ലാം എടുത്ത സമയം വെറും 26 മിനിറ്റ് ആയിരുന്നു. അതും ഇന്ത്യയുടെ ഹാമർ ബോംബ്സ് സ്ട്രൈക്ക് ചെയ്യുന്നതിന് മാത്രമായിരുന്നു ചെറിയൊരു ഡിലേ ഉണ്ടായത്. ഇപ്പോൾ പ്രാക്ടിക്കലായ സിനാരിയോ നിങ്ങൾ തന്നെ ഇമാജിൻ ചെയ്ത് നോക്കുക. നമ്മുടെ ഇന്ത്യൻ വ്യോമസേനയിലെ വിമാനങ്ങൾ ഇതിന് ഉപയോഗിച്ചിട്ടുണ്ട്. എല്ലാം ഒരേ ഫയറിംഗ് പൊസിഷനിൽ നിന്നും ഈ ടാർഗറ്റ്സ് ചെയ്തിരിക്കാനുള്ള സാധ്യത ഇല്ല. കാരണം ഈ ഒരു ഗ്യാപ്പ് കണ്ടാൽ മനസ്സിലാകും. ഇൻഡിവിജ്വലായി അതിന് ടാർഗറ്റ് ലൊക്കേഷൻസ് നൽകുകയും നമ്മുടെ വ്യോമസേനയിലെ വിമാനങ്ങൾ മൾട്ടിപ്പിൾ ഫ്രണ്ട്സിൽ നിന്നും ഈ ടാർഗറ്റ്സിനെ നോക്കി മിസൈൽസ് ഫയർ ചെയ്തിട്ടുണ്ടാകണം. അങ്ങനെ അയച്ചാൽ മാത്രമേ
ഈ ഒരു പ്രോപ്പറായ സമയപരിധിക്കുള്ളിൽ ഓരോ ലൊക്കേഷൻസിലും കൃത്യമായി ആക്രമണം നടത്താൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ മൾട്ടിപ്പിൾ സൈറ്റ്സിൽ നിന്നും നമ്മുടെ വ്യോമസേനയിലെ വിമാനങ്ങൾ ഈ ടാർഗറ്റ്സിനെതിരെയുള്ള മിസൈൽസ് അയച്ചിട്ടുണ്ടാകണം. ഇതാണ് പ്രാക്ടിക്കലായുള്ള ഒരു സിനാരിയോ. ഇങ്ങനെ അയക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഇതിൻ്റെ ഒരു റിയാക്ഷൻ ടൈം ചില മിനിറ്റ് ഉണ്ടാകും. അതായത് അതിർത്തിയിൽ നിന്നും 100 കിലോമീറ്റർ അകലെയുള്ള ഒരു ടാർഗറ്റിനെ ആക്രമിക്കുമ്പോൾ നമുക്ക് തിരികെ സേഫസ്റ്റ് ഡിസ്റ്റൻസിലേക്ക് തിരിക്കേണ്ട സമയം 8 മുതൽ 9 മിനിറ്റ് വരെ ഉണ്ടാകും. അതായത് ആ മിസൈൽ ലോഞ്ച് ചെയ്ത് ശത്രുവിൻ്റെ എയർ ഡിഫൻസ് സിസ്റ്റം അതിനെ കണ്ടുപിടിക്കുന്നതിനുള്ളിൽ നമ്മൾ തിരികെ വരാൻ ഇത്രത്തോളം സമയമുണ്ടാകും. അപ്പോൾ നമ്മുടെ അതിർത്തിയിൽ നിന്നും ഇന്ത്യ പാകിസ്ഥാൻ ഒഫീഷ്യൽ ബോർഡറിൽ നിന്നും കുറഞ്ഞത് 50 മുതൽ 60 കിലോമീറ്റർ ദൂരത്തിൽ നിന്നും നമ്മൾ ഈ മിസൈലുകളെ ലോഞ്ച് ചെയ്താൽ മാത്രമേ ഇത്രത്തോളം സേഫസ്റ്റ് സോൺ നമുക്ക് ലഭിക്കുകയുള്ളൂ. കാരണം അതിർത്തിയോട് ചേർന്നുള്ള പ്രദേശങ്ങളിലെല്ലാം നമ്മൾ ഹാമർ ബോംബ്സ് ആണ് ലോഞ്ച് ചെയ്തത്. അതിർത്തിയിൽ നിന്നും 5 കിലോമീറ്റർ, 6 കിലോമീറ്റർ, 7 കിലോമീറ്റർ ദൂരത്തിലുള്ള എല്ലാ സൈറ്റ്സിനെയും ഹാമർ ബോംബ്സ് കൊണ്ട് മാത്രമാണ് നമ്മൾ നിർവീര്യമാക്കിയത്. ഹാമർ ബോംബ്സ് ഇതിൻ്റെ റേഞ്ച് എന്നത് 70 കിലോമീറ്ററിലും അധികമാണ്. 70 മുതൽ 90 കിലോമീറ്റർ. എക്സ്റ്റെൻഡഡ് റേഞ്ച് 100 കിലോമീറ്ററിലും അധികമുണ്ട്. അപ്പോൾ ഇവയെല്ലാം നമ്മൾ സ്റ്റാൻഡ് ഓഫ് ഡിസ്റ്റൻസിൽ നിന്നാണ് ലോഞ്ച് ചെയ്തത്. സ്കാൽപ്പിനെ കുറിച്ച് പറയേ വേണ്ട. ബവൽപൂരിൽ ആക്രമിച്ചതെല്ലാം സ്കാൽപ്പ് മിസൈൽസ് ആണ്. അതിന്റെ റേഞ്ച് ഇതിലും ഡബിൾ അല്ല, ട്രിപ്പിൾ മടങ്ങുണ്ടാകും. കൂടാതെ അതിൽ എഞ്ചിനുള്ളത് കൊണ്ട് തന്നെ നമ്മൾ വീണ്ടും ലോങ് ഡിസ്റ്റൻസിൽ നിന്നും ലോഞ്ച് ചെയ്താൽ പോലും അത് അതിന്റെ ടാർഗറ്റിൽ ചെന്ന് ന്യൂട്രലൈസ് ആകും. അപ്പോൾ കൃത്യമായി ഈ അനലറ്റിക്സ് പ്രാക്ടിക്കൽ വൈസ് നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ വ്യോമസേനയിലെ വിമാനങ്ങൾ ഇന്ത്യയുടെ ആകാശത്തിൽ നിന്നുകൊണ്ട് തന്നെ ഡ്രോൺസിനെ അകത്തേക്ക് അയച്ചു. സർവൈലൻസ് ഡ്രോൺസും അറ്റാക്ക് ഡ്രോൺസും. നമ്മുടെ നാഗാസ്ത്ര ഡ്രോൺസ് ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ടാകാമെന്നുള്ള വാർത്തയും പുറത്തു വന്നിട്ടുണ്ട്. ഇങ്ങനെ ഡ്രോൺസിനെ അകത്തേക്ക് അയച്ച് അവിടെയുള്ള റഡാർസിനെ എല്ലാം നിരീക്ഷിച്ചു. എന്നിട്ട് നമ്മുടെ പ്രദേശത്തിനുള്ളിൽ നിന്നാണ് ഈ മിസൈൽസ് എല്ലാം ലോഞ്ച് ചെയ്തിട്ടുണ്ടാവുക. ഇക്കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. പാകിസ്ഥാന് ആദ്യത്തെ ബോംബ് അവിടെ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയതിനു ശേഷമാണ് ഇങ്ങനൊരു സ്ട്രൈക്ക് നടന്നത് തന്നെ മനസ്സിലായത്. എന്നാൽ യാതൊന്നും അവരെ കൊണ്ട് ഇന്റർസെപ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. ഒന്നുപോലും ഡിഫൻഡ് ചെയ്യാൻ സാധിച്ചില്ല. അപ്പോൾ ഇന്ത്യൻ വ്യോമസേനയിലെ വിമാനങ്ങൾ നമ്മുടെ ഇന്ത്യക്കുള്ളിൽ നിന്ന് ഈ ഒരു അറ്റാക്ക് നടത്തി അവസാനിപ്പിച്ച് നമുക്കൊരു റിയാക്ഷൻ ടൈം അധികമായി തന്നെ ലഭിച്ചു. അങ്ങനെ ലഭിച്ചാൽ മാത്രമേ നമ്മുടെ ബേസിനുള്ളിൽ കൃത്യം സമയത്തിനുള്ളിൽ വന്നെത്താനും സാധിക്കൂ. അപ്പോൾ പാകിസ്ഥാൻ ഇങ്ങനെ വെടിവെച്ച് വീഴ്ത്തിയതായും പറയുന്നുണ്ടല്ലോ. നമ്മൾ ഈ പറഞ്ഞ സിനാരിയോയുമായി ഇത് എത്രത്തോളം മാച്ച് ആകുന്നു എന്നുള്ളതറിയാം. നമുക്കിപ്പോൾ നമ്മുടെ ബേസിലേക്ക് തിരിക്കുന്നതിന് എക്സസ് ടൈം ഉള്ളപ്പോൾ പാകിസ്ഥാന്റെ വ്യോമസേനയെ കൊണ്ട് അത്രത്തോളം ഒന്നും റിയാക്ഷൻ നൽകാൻ സാധിക്കില്ല. അവർക്ക് അങ്ങനെ ഒരു റിയാക്ഷൻ ടൈം ഉണ്ടെങ്കിൽ, ഇനി അങ്ങനെ ഒരു റിയാക്ഷൻ ടൈം അവർക്ക് ലഭിച്ചെങ്കിൽ തന്നെ നമ്മുടെ ബോംബുകളെങ്കിലും ഇന്റർസെപ്റ്റ് ചെയ്തിട്ടുണ്ടാകണം. പക്ഷേ ഇന്റർസെപ്റ്റ് ചെയ്തില്ല. അപ്പോൾ റിയാക്ഷൻ ടൈം പോലും അവർക്ക് അത്രത്തോളം കുറവ് ലഭിക്കുമ്പോൾ അവിടെ ഒരു ഏരിയൽ ബാറ്റിൽ നടന്നിരിക്കാനുള്ള സാധ്യതയും വളരെ വളരെ കുറവാണ്. അപ്പോൾ PL-15 മിസൈൽ എങ്ങനെയാണ് അകത്തേക്ക് വന്നത്? പാകിസ്ഥാൻ ഇത്രത്തോളം ബോൾഡായ ഒരു ക്ലെയിം നടത്തുന്നുണ്ടല്ലോ, പോരാത്തതിന് അതിൻ്റെ ഡബിൾസ് നമുക്ക് ലഭിച്ചു എന്നൊക്കെ ചോദിച്ചാൽ അവിടെയാണ് ഫ്രസ്ട്രേറ്റഡ് പാകിസ്ഥാൻ. ഈ അറ്റാക്ക് നടന്ന് അവസാനിച്ചതിന് ശേഷം അവരുടെ വ്യോമസേനയിലെ വിമാനങ്ങളിൽ നിന്നും ഇങ്ങനെയുള്ള എയർ ടു എയർ മിസൈൽസിനെ ഇന്ത്യൻ ടാർഗറ്റ്സിനെ നോക്കി അയച്ചിട്ടുണ്ടാകണം. ഒരു പക്ഷേ നമ്മുടെ അതിർത്തിക്കുള്ളിൽ പറന്നുകൊണ്ടിരിക്കുന്ന വിമാനങ്ങളെ നോക്കി അവർ അയച്ചിട്ടുണ്ടാകാം. അങ്ങനെ അയച്ച മിസൈൽസിന് പിന്നെ രണ്ട് ഓപ്ഷൻ മാത്രമാണുള്ളത്. ഒന്നുകിൽ നമ്മുടെ ഇലക്ട്രോണിക് ജാമിംഗ് വഴി അവയെ താഴെ ഡൗൺ ചെയ്തിട്ടുണ്ടാകണം. അതും അല്ല എന്നുണ്ടെങ്കിൽ അത് പൊട്ടിത്തെറിക്കാതെ താഴെ വീണിട്ടുണ്ടാകണം. മറ്റ് യാതൊരു സ്ഥലത്തും അതിന്റെ ഡെബ്രിസ് ലഭിച്ചിട്ടില്ല. വീണ്ടും കൃത്യമായി പറയാം, 2019 നമ്മൾ F-16 ഡൗൺ ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ നമുക്കൊരു പ്രോപ്പറായ പ്രൂഫ് നൽകാൻ സാധിച്ചു. അതിൻ്റെ റഡാർ ക്രോസ് സെക്ഷൻ്റെ റഡാർ ഇമേജ് ആണ്. അതൊരു വാലിഡ് പ്രൂഫായി നമ്മൾ നൽകി. പക്ഷെ പാകിസ്ഥാൻ ഇപ്പോൾ വരെയും ഈ റഡാർ ഇമേജിനെ കുറിച്ച് ഒരു കാര്യം പോലും പറഞ്ഞിട്ടില്ല. പാകിസ്ഥാനിലെ ഒരു മാധ്യമത്തിന് പോലും റഡാറിന്റെ ബേസിക് കാര്യം ഒന്നും അറിയില്ലേ? സാധാരണ മിസൈൽസിനെ കുറിച്ച് പഠിക്കുന്നവർ അല്ലെങ്കിൽ നമ്മുടെ ചാനൽസ് ഫോളോ ചെയ്യുന്നവർക്ക് തന്നെ അറിയാം റഡാർ ഇമേജ് എന്താണ്. ഒരു വിമാനം ശത്രുക്കളുടെ വ്യോമാതിർത്തിയിൽ നുഴഞ്ഞു കയറിയാൽ അതിൻ്റെ RCS എത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ടാക്കും എല്ലാം അറിയാം. പക്ഷെ യാതൊരു പാകിസ്ഥാൻ മീഡിയാസും ഈ റഡാറിനെ കുറിച്ചുള്ള ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല. കാരണം അവർക്കെല്ലാം അറിയാം അവർക്ക് എന്തുകൊണ്ട് നൽകാൻ കഴിയില്ല, നൽകിയാൽ എന്ത് പ്രശ്നം വരും. അങ്ങനെ ഒരു ഡേറ്റ ഉണ്ടെങ്കിൽ മാത്രമല്ലേ നൽകാനും സാധിക്കും. ഇലക്ട്രോണിക് ജാമിംഗ് ചെയ്യപ്പെട്ടാൽ പോലും ഈ റഡാർ സിഗ്നേച്ചർ എന്നത് തീർച്ചയായും അത് ഫൈറ്റർ ജെറ്റ്സിൻ്റെ ഒരു ഫുട് പ്രിൻറ്റ്സ് എന്ന് പറയാം. അത് റഡാറിൽ നിന്നും എടുക്കാൻ സാധിക്കും. പക്ഷെ പാകിസ്ഥാൻ ഇന്ന് വരെയും എന്തുകൊണ്ട് അതിനെക്കുറിച്ച് ഒന്നും തന്നെ സംസാരിക്കുന്നില്ല? ഇന്ത്യയുടെ വിമാനം ക്രാഷായി എന്ന് പറയുന്നു. ക്രാഷ് ആയെങ്കിൽ പ്രോപ്പറായ ഒരു പ്രൂഫ് അവർക്ക് നൽകാൻ സാധിക്കാത്തത് എന്തുകൊണ്ട്? ഒരു വിമാനം താഴെ വീണു എന്നുള്ളത് കൺഫേം ആണ്. അത് ഏത് വിമാനമാണെന്ന് അറിയില്ല, ഡ്രോൺ ആണോ എന്ന് പോലും അറിയില്ല. ഈ ഒരു അറ്റാക്കിൽ നമ്മൾ ഹെർമിസ് ഡ്രോൺസ് ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് ദ ഹിന്ദു എന്ന വളരെ പ്രശസ്തിയുള്ള ഒരു മാധ്യമത്തിൽ വന്ന വാർത്തയാണ്. പാകിസ്ഥാൻ ഒക്കുപ്പൈഡ് കാശ്മീരിന് പാരലായി നമ്മുടെ കാശ്മീരിൽ ഒരു ഫ്യൂൽ ടാങ്ക് താഴെ വീണ് കിടക്കുകയായിരുന്നു, ഡ്രോപ്പ് ടാങ്ക്. അതിനെ ഒരു ഫോട്ടോയായി എടുത്തിട്ടിട്ട് രാവിലെ മുതലേ അവർ പറയുന്നത് ഒരു ഫൈറ്റർ ജെറ്റ് താഴെ വീണു, നോക്കുക എന്നൊക്കെ. സത്യത്തിൽ അത് കാണുമ്പോൾ തന്നെ അറിയാം ഫൈറ്റർ ജെറ്റ് അല്ല എന്ന്. ഇവിടെ ഒരുപാട് പേർക്ക് ഒരു മിസ്മാച്ച് സംഭവിക്കുന്നത് ഹെർമിസ് ഡ്രോൺസ് പറഞ്ഞല്ലോ,
അത് ഏകദേശം ഒരു ഫൈറ്റർ ജെറ്റിന്റെ സൈസിന് പകുതിയാണ്. താഴെ വീണ് പൊട്ടിത്തെറിച്ചാലും സമാനമായ ഒരു പ്രൊഫൈലായിരിക്കും ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ എന്ത് സംഭവിച്ചു എന്നുള്ളത് ഇപ്പോഴും അറിയില്ല. ഇന്ത്യൻ വ്യോമസേനയുടെ ഏത് വിമാനമാണ് ക്രാഷ് ആയത്, എന്ത് കാരണമാണ്, പാകിസ്ഥാൻ വീഴ്ത്തിയതാണോ, ഫ്രണ്ട്ലി ഫയർ വഴി വെടിവെച്ച് വീഴ്ത്തിയതാണോ, മറ്റെന്തെങ്കിലും ടെക്നിക്കൽ ഫെയിലിയർ ആണോ, ഒന്നും അറിയില്ല. എന്നാൽ പാകിസ്ഥാൻസ് ഇവിടെ പ്രചരിപ്പിക്കുന്ന കഥകൾക്ക് യാതൊരു കുറവുമില്ല. സത്യം ജയിക്കാൻ തെളിവുകൾ മാത്രം മതിയാകും, എന്നാൽ കള്ളം ജയിക്കാൻ കൺഫ്യൂഷൻസ് മാത്രം മതി. ഇങ്ങനെയുള്ള കൃത്യമായ ക്ലാരിഫിക്കേഷൻസ് ലഭിക്കാത്തൊരു സമയത്തെ പാകിസ്ഥാൻ അവർക്ക് അനുകൂലമാക്കി മാറ്റുകയാണ്. ഇങ്ങനെയുള്ള കുഴപ്പത്തിൽ എത്രത്തോളം പ്രശ്നങ്ങൾ വീണ്ടും സൃഷ്ടിക്കാമോ അതെല്ലാം അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ തമാശയായ കാര്യം ഇവർ പറയുന്ന കൗണ്ടാണ്. ഇത്രയേറെ വിമാനങ്ങളെ വെടിവെച്ച് വീഴ്ത്തി എന്നൊക്കെ പറയുന്നു. അപ്പോൾ കൃത്യമായ റഡാർ ഇമേജിംഗ് അവർക്ക് നൽകിയേ മതിയാവുകയുള്ളൂ. മറ്റു മാർഗമൊന്നും തന്നെ ഇല്ല. PL-15 മിസൈൽ എക്സ്പ്ലോഡ് ആകാതെ കണ്ടുപിടിച്ചു. ഇത് ഇന്ത്യയുടെ പക്കലുണ്ട്. ഇത് ഇന്ത്യ വെറുതെ വെച്ചിരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായും ഇല്ല. ഇത് ഇന്ത്യയുടെ പക്കൽ നിന്നും നേരെ അമേരിക്കയുടെ പക്കൽ പോകും. അമേരിക്കയുടെ പക്കൽ പോയാൽ അവർ റിവേഴ്സ് എഞ്ചിനീയറിംഗ് ചെയ്ത് അനലൈസ് ചെയ്യാൻ എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അതെല്ലാം തന്നെ ചെയ്യും. അപ്പോൾ ചൈനയുടെ ടോപ്പ് ടയർ എയർ ടു എയർ മിസൈൽ ഇന്ത്യയുടെ കൈകളിൽ ഇപ്പോൾ അകപ്പെട്ടിരിക്കുകയാണ്. പാകിസ്ഥാൻ കഴിയുന്നത്ര വേഗത്തിൽ പ്രൂഫ് നൽകുക, അല്ലെങ്കിൽ പാകിസ്ഥാന്റെ സപ്പോർട്ടേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളെങ്കിലും നൽകിയാൽ മതി. റഡാർ ബേസിക്കായ ഒരു പ്രൂഫാണ്. തെളിവില്ലാതെ വെറുതെ വെടിവെച്ച് വീഴ്ത്തി എന്നൊക്കെ പറഞ്ഞാൽ എന്തിനാണ് നിങ്ങൾ വീഴ്ത്തിയത്? സത്യത്തിൽ പാകിസ്ഥാന്റെ ക്ലെയിംസ് എല്ലാം ഒരു സൈക്കോളജിക്കൽ വാർഫെയർ ആണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന ഈ കുഴപ്പങ്ങളെല്ലാം അല്ലെങ്കിൽ കൺഫ്യൂഷൻസ് എല്ലാം അവർക്ക് അനുകൂലമാക്കി അവർ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഈ PL-15 നിർമ്മിക്കുന്ന കമ്പനീസിന്റെ സ്റ്റോക്സ് എല്ലാം 4% വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ത് സംഭവിച്ചു എന്ന് പോലും അറിയില്ല. അപ്പോൾ എന്ത് സംഭവിച്ചു എന്നറിയുന്നത് വരെയും ഇതെല്ലാം ഫോൾസ് ക്ലെയിം എന്ന് മാത്രമേ പറയാൻ സാധിക്കൂ. ഇതിനെ വെടിവെച്ച് വീഴ്ത്തി എന്ന് പറഞ്ഞാലും അതിന്റെ പ്രോപ്പർ എവിഡൻസ് അവർ നൽകിയേ മതിയാവുകയുള്ളൂ. ഇപ്പോൾ നൽകിയില്ല, ഇനി ഭാവിയിൽ നൽകുമോ എന്നും അറിയില്ല. ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. കൂടുതൽ അപ്ഡേറ്റ്സ് അറിയാനായി വോയിസ് ഓഫ് വിക്കി എന്ന നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.